അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹജ്ജും ഉംറയും ചെയ്യാൻ ആഗ്രഹിച്ചു നിൽക്കുന്നവരാണ്. എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. ആമീൻ. അള്ളാഹുവിൻ്റെ ഈ സ്വർഗ്ഗപ്പൂന്തോപ്പിൽ പോകാൻ ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട്. അവരെല്ലാവരും താജ് സലാത്തും ഖുർആനും എല്ലാം പതിവായി ചൊല്ലുക. ഇൻഷാ അള്ളാഹ് അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്നതാണ്. ഇനി കാര്യത്തിലെട്ട് കിടക്കാം. അതായത് നമ്മളൊരു യാത്ര പോകാൻ ഉദ്ദേശിക്കുമ്പോൾ ആ യാത്രയിൽ നമുക്ക് പല പ്ലാനിങ്ങുകൾ വേണം. ഞാൻ പോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങളും ഞാൻ ചെയ്ത കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യമായിട്ട് നമ്മൾ ഉംറയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ പാസ്പോർട്ട് വേണം. അതിനായി 6 മാസത്തേക്ക് കാലാവധിയുള്ള പാസ്പോർട്ടെങ്കിലും നമ്മൾ എടുക്കണം. നമുക്ക് അർജൻറ്റ് പാസ്പോർട്ട് കിട്ടും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അംഗീകൃത ഏജൻസി മുഖാന്തരം വേണം നമ്മൾ പോകാൻ. അവരിൽ നിന്ന് വേണം നമ്മൾ വിസ എടുക്കാൻ. എല്ലാവരും അടുത്തും പോയി എടുക്കാൻ പറ്റത്തില്ല. പോകാൻ തയ്യാറെടുക്കുന്നവർ നമ്മുടെ ആരോഗ്യ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിക്കണം. കാരണം അവിടെ ഒത്തിരി നടക്കാനുണ്ട്. അതുകൊണ്ട് കഴിവതും വീട്ടിൽ തന്നെ നടക്കുകയും ഒക്കെ ചെയ്യണം. അതൊരു ശീലമാക്കണം. കഴിവതും ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ തന്നെ ഇതിന് പോകണം. അല്ലാത്തവർ പിന്നെ അവിടെ പോയി അസുഖം വന്ന് കിടക്കേണ്ടി വരും. നമ്മൾ ഉംറ നിർവഹിക്കാൻ പോകുമ്പോൾ ഏകദേശം 20,000 സ്റ്റെപ്പുകൾ വരെ നടക്കേണ്ടി വരും. അതായത് തവാഫ് ചെയ്യണം. പിന്നെ ഒത്തിരി നടന്ന് കാണാനുണ്ട്. അപ്പം നമുക്ക് ഇൻഷാ അള്ളാഹു എല്ലാവർക്കും ആരോഗ്യം നൽകട്ടെ. പോകുന്നതിന് മുന്നായിട്ട് നമ്മൾ വാക്സിനേഷൻ എടുക്കണം. പിന്നെ നമ്മൾ വല്ല മരുന്നുകളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതൊക്കെ കയ്യിൽ കരുതണം. ഡോക്ടറിൻ്റെ അനുവാദം വാങ്ങിക്കണം. ഇതൊക്കെ ചെയ്തിട്ട് പോവാം. മക്കയുടെയും മദീനയുടെയും അടുത്തായിട്ടുള്ള ഹോട്ടലുകൾ താമസത്തിനായിട്ട് എടുക്കണം. അതാകുമ്പോൾ നമുക്ക് നിസ്കരിക്കാനും തവാഫ് ചെയ്യാനും ഒക്കെ പെട്ടെന്ന് പോവാം. നല്ലതാണ്. നടന്നു പോകാൻ അതായിരിക്കും എളുപ്പം. ഇന്ത്യയിൽ നിന്നും ജിദ്ദ എയർപോർട്ടിലേക്കാണ് സാധാരണയായിട്ട് നമ്മൾ പോകുന്നത്. അവിടെ പോയി കഴിയുമ്പോൾ നമ്മൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ ഇപ്പോൾ അവിടെ ട്രെയിനുകളുണ്ട്. പണ്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ മറ്റേ സാധാരണ റോഡ് വഴി വണ്ടിയിൽ പോവുകയാണെങ്കിൽ 5 മണിക്കൂർ പിടിക്കുന്നത് ട്രെയിനിൽ പോകുമ്പോൾ 2 മണിക്കൂർ കൊണ്ട് എത്തും. ട്രെയിനിൽ പോകുന്നതായിരിക്കും സുഖപ്രദം. ഉംറയുടെയും ഹജ്ജിൻ്റെയും കർമ്മങ്ങൾ ചെയ്യേണ്ട രീതിയും ചെറുതായിട്ട് ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മൾ ഉംറയുടെ നിയ്യത്ത് ചെയ്യുന്ന സ്ഥലമാണ് മക്കാത്ത്. ഇന്ത്യയിൽ നിന്നും വിമാനത്തിൽ വരുന്നവർ വിമാനത്തിനുള്ളിൽ വെച്ച് തന്നെ ഇഹ്റാം വസ്ത്രങ്ങൾ ധരിച്ചിരിക്കണം. കാരണം ജിദ്ദ എയർപോർട്ടിലാണ് മിക്കാത്തിനുള്ള സ്ഥലം. അതുകൊണ്ടാണ് വിമാനത്തിൽ വെച്ച് തന്നെ നമ്മൾ ഇഹ്റാം കെട്ടിയിരിക്കണമെന്ന് പറയുന്നത്. പുരുഷന്മാർ തുന്നലില്ലാത്ത 2 വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്. സ്ത്രീകൾ മാന്യമായ വസ്ത്രവും തലമറയ്ക്കുന്ന ഹിജാബും ധരിക്കണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇഹ്റാമിലായിരിക്കുമ്പോൾ സുഗന്ധ വസ്തുക്കളൊന്നും തേക്കാനോ പുരട്ടാനോ ഒന്നും പാടില്ല. ഉംറയുടെ കർമ്മങ്ങൾ. വിശുദ്ധ കഅബയെ 7 തവണ ഇടം കൈവശം വെച്ചുകൊണ്ട് ത്വവാഫ് ചെയ്യണം. മസ്ജിദുൽ ഹറമിലെ സഫ മർവ എന്നീ കുന്നുകൾക്കിടയിൽ 7 തവണ നടക്കുക. ഉംറ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പുരുഷന്മാർ തല മൊട്ടയടിക്കുകയോ മുടി ചെറുതായി വെട്ടുകയോ ചെയ്യുക. സ്ത്രീകൾ ഒരു വിരൽത്തുമ്പിൻ്റെ അളവിൽ മുടി മുറിക്കണം. ഇത്രയും ചെയ്യുമ്പോൾ നമ്മുടെ ഉംറ പൂർത്തിയാവും. ഉംറ ചെയ്യുന്നത് നമ്മൾ മക്കയിലാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് മദീനയിലേക്കാണ്. അവിടെ പോകുമ്പോഴാണ് മസ്ജിദ് നബവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയാണിത്. ഏറ്റവും പുണ്യമായ റൗദ ഷരീഫ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഖബറിടം സ്ഥിതി ചെയ്യുന്ന പള്ളിയുടെ ഒരു ഭാഗം. ഇതിനെ സ്വർഗത്തിലെ പൂന്തോപ്പ് എന്നും അറിയപ്പെടുന്നു. ഇവിടെ പ്രാർത്ഥിക്കാനും പ്രത്യേക സമയമുണ്ട്. എപ്പോഴും പോയാലും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അതിന് സമയവും അവരുടെ അനുവാദവും വേണം. ഈ കാണുന്നത് ഞാൻ ഉംറയ്ക്ക് പോയപ്പോൾ എടുത്ത വീഡിയോയുടെ ഭാഗങ്ങളാണ്. ഇപ്പം ഞാനീ പറയുന്നതും ഈ കാണുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്. എല്ലാം എനിക്ക് എടുക്കാൻ പറ്റിയില്ല, പണ്ടല്ലേ. ഇപ്പോഴായിരുന്നെങ്കിൽ ഞാൻ ഈ പറയുന്നതിനനുസരിച്ചൊക്കെ എടുത്തേനായിരുന്നു. അവിടെയുള്ള മറ്റ് ചരിത്രപരമായ സ്ഥലങ്ങൾ എനിക്കറിയാവുന്നത് ഞാൻ ചുരുക്കി പറഞ്ഞു തരാം. ഇസ്ലാമിലെ ആദ്യത്തെ പള്ളി മസ്ജിദുൽ ഖുബ. ഈ പള്ളിയിൽ നിസ്കരിച്ചാൽ ഒരു ഉംറ നിർവഹിച്ചതിൻ്റെ തുല്യമാണ്. പിന്നീട് ഉഹദ് മല. ഇസ്ലാമിലെ ചരിത്രത്തിലെ സുപ്രധാനമായ ഉഹദ് യുദ്ധം നടന്ന സ്ഥലം ഇവിടെയാണ്. പിന്നെയുണ്ട് കുറേ സ്ഥലങ്ങൾ. ഈത്തപ്പഴം മാർക്കറ്റുള്ളത് മദീനയുടെ പരിസരങ്ങളിലാണ്. അവിടെയാണ് നല്ല ഈത്തപ്പഴം ലഭിക്കുന്നത്.
നമ്മൾ കഴിവതും ആ മാർക്കറ്റിൽ തന്നെ പോയി വാങ്ങിക്കാൻ നോക്കണം. നമ്മളെ ഹോട്ടലിലെ ഏജൻസികൾ കൊണ്ടുവരും. അത് നല്ലതായിട്ട് തോന്നുന്നില്ല. ഞങ്ങൾ വാങ്ങിച്ചതാണ്. അപ്പോഴാണ് അറിഞ്ഞത് ആ മാർക്കറ്റിൽ പോയാൽ നല്ല ഈത്തപ്പഴം കിട്ടുമെന്ന്. അവിടെ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഇബ്രാഹിം നബി നമ്മളെ വിളിച്ചാൽ അവിടെ എത്തപ്പെടുമെന്നാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അതിനുള്ള ബർക്കത്ത് കിട്ടട്ടെ. ഇനി ചെറിയ ചില ടിപ്പുകൾ പറഞ്ഞു തരാം. അത് ഓർമ്മയിലിരിക്കാനാണ്. നമ്മൾ കൊണ്ടുപോകുന്ന വസ്ത്രങ്ങൾ പെട്ടെന്ന് ഉണങ്ങുന്ന രീതിയിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ കൊണ്ടുപോവുക. അബായ ഹിജാബും ഒക്കെ 2 3 ഒക്കെ അല്ലേ കൊണ്ടുപോകത്തുള്ളൂ. അത് കഴുകിയിട്ടാൽ പെട്ടെന്ന് ഉണങ്ങുന്നതാണെങ്കിൽ നല്ലതല്ലേ. മദീനയിൽ പോകുമ്പോൾ സ്ത്രീകൾ മുഖം മറച്ചിരിക്കണം. മക്കയിൽ കുഴപ്പമില്ല, മുഖം മറച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവറത്ത് മറയുന്ന വസ്ത്രങ്ങൾ മതി. നമ്മുടെ പുറത്ത് തൂക്കിയിടാൻ ഒരു ബാഗ് കരുതുന്നത് നല്ലതായിരിക്കും. ആ ബാഗിനകത്ത് എടുക്കേണ്ട സാധനങ്ങളാണ്. നമ്മൾ ചെരുപ്പ് ഇട്ടുകൊണ്ട് പോകുമ്പോൾ പള്ളിക്കകത്ത് കയറുമ്പോൾ ചെരുപ്പ് ഇടാൻ പറ്റത്തില്ല. ആ ചെരുപ്പ് ആ ബാഗിനകത്ത് ഇടേണ്ടി വരും. പിന്നെ ഒരു പവർ ബാങ്ക് കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. മൊബൈലുള്ളവർക്കൊക്കെ പവർ ബാങ്കിൻ്റെ ആവശ്യം വരും. പിന്നെ ചെറിയൊരു സാബോ എന്തെങ്കിലും കയ്യിൽ കരുതണം. മൊബൈലിൽ ഖുർആൻ്റെ ആപ്പുള്ളവർക്ക് അതിൻ്റെ ആവശ്യം വരത്തില്ല. കയറാൻ സമയത്ത് മണമില്ലാത്ത ഒരു സോപ്പൊക്കെ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. ഈ തിക്കിലും തിരക്കിലും ഒക്കെ പെടുന്നത് കൊണ്ട് നമ്മുടെ സുരക്ഷ നമ്മുടെ കയ്യിലായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ഫോൺ നമ്പർ, ഹോട്ടലിലെ അഡ്രസ്സ് എഴുതിയ ഒരു കാർഡിലോ ബുക്കിലോ എന്തെങ്കിലും എഴുതി അത് സൂക്ഷിച്ചു വെക്കണം. ഇത്രയും തിരക്കുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഈ കൂട്ടത്തോടെ പോകുന്നവരെല്ലാവരും ഒരുമിച്ച് ഒരേ കണക്ക് പോകാനൊന്നും പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയെന്ന് വരാം. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ മുൻകൂട്ടി ഒരു സ്ഥലം കണ്ടുപിടിക്കണം. എല്ലാവരോടും പറയണം നമ്മൾ ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ. അപ്പോൾ അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും നമുക്ക് തിരിച്ച് ആ സ്ഥലത്ത് എത്തിപ്പെടാം. കാരണം നമ്മൾ എല്ലാവർക്കും ഒരേ സ്പീഡല്ലല്ലോ. ചിലർക്ക് സ്പീഡ് തീരെ കാണത്തില്ല, ചിലർ നല്ല സ്പീഡിലായിരിക്കും പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എത്തുമ്പോൾ ഒരു സ്ഥലം കണ്ടുപിടിച്ചാൽ അവർ വന്ന് അവിടെ നിന്നോളും. പിന്നെ ആ വഴി തെറ്റാതിരിക്കാനാണ് ഈ അഡ്രസ്സും ഫോൺ നമ്പറും കരുതാനും പറയുന്നത്. ഞാൻ പണ്ട് ഒത്തിരി താജ് സലാത്തൊക്കെ ഓതുമായിരുന്നു. അങ്ങനെ ഇൻഷാ അല്ലാഹ് എനിക്ക് ഈ ഉംറയ്ക്ക് പോകാൻ എൻ്റെ ഇക്കാടെ ഉമ്മയായിട്ട് പോകാൻ വിധി കിട്ടിയത്. അതുപോലെ എല്ലാവർക്കും ലഭിക്കട്ടെ. ഉഹദ് മല ഞങ്ങളെ കൊണ്ടുപോയവർ പിന്നെ എല്ലായിടവും കൊണ്ടുപോയില്ല. കാരണം അന്ന് കുറച്ച് പ്രായമായവരൊക്കെ കൊണ്ടുപോയതുകൊണ്ട് അവർക്കൊന്നും സുഖമില്ലാത്തതുകൊണ്ട് എല്ലായിടവും ഒന്നും കൊണ്ടുപോയില്ല. അവർക്ക് റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. അതുപോലെ പിന്നെ ഈ പോകുന്നവർക്ക് വരാതിരിക്കാനാണ് ഈ മുൻകൂട്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത്. കാരണം നമ്മൾ ആരോഗ്യമുള്ളപ്പം പോയാൽ ഇൻഷാ അല്ലാഹ് എല്ലായിടവും നമുക്ക് പോവുകയും വരികയൊക്കെ ചെയ്യാം. ഇല്ലെങ്കിൽ പിന്നെ അവിടെ അസുഖമായിട്ട് ആ റൂമിൽ കിടക്കേണ്ടി വരും. അതൊരു ബുദ്ധിമുട്ടല്ലേ. അള്ളാഹു നമ്മളെ വിധി കൂട്ടുകയാണെങ്കിൽ എല്ലാവർക്കും അവിടെ എത്തിച്ചേരാൻ ഭാഗ്യം കിട്ടട്ടെ. കാഴ്ചകളും ഒത്തിരിയുണ്ട്, വിശേഷങ്ങളും ഒത്തിരിയുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലവും തന്നെ. ഒരു വട്ടം പോയാലും പിന്നെയും പോകാൻ തോന്നുന്നുണ്ട്. അത്രയും മനോഹരമായ സ്ഥലമാണ്. അള്ളാഹു ഇനിയും പോവാൻ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഞാൻ അത്ര പറഞ്ഞ് ഇത് പ്രാക്ടീസ് ഇല്ലാത്ത ആളായതുകൊണ്ടാണ് എനിക്കൊരു വെക്കലും വിറയലും ഒക്കെ വരുന്നത്. അത് ക്ഷമിക്കുക, സബർ ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. ഞങ്ങൾ പോയപ്പോൾ അന്ന് അവിടെ റെയിൻ ഇല്ലായിരുന്നു. ഞങ്ങളൊരു 5 വർഷത്തിന് മുമ്പാണ് അവിടെ പോയത്. ഇപ്പോൾ ഇവിടെ റെയിനൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് 2 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരും. പക്ഷെ റോഡ് വഴിയെ പോകുമ്പോൾ കുറേ സ്ഥലങ്ങൾ കാണാം.